നമുക്കറിയാം ഷെയ്ഖുൽ മശായിഖ് തങ്ങളെ കുറിച്ച് സമീപകാലത്ത് ഒരാൾ ഒരു പാട്ട് പാടുകയുണ്ടായി. നമ്മളുമായിട്ട് നേരിട്ട് പരിചയമുള്ള ഒരാളൊന്നുമല്ല അദ്ദേഹം. ആ പാട്ടിൽ ഷെയ്ഖുൽ മശായിഖ് തങ്ങളെ മാലിക്കുൽ മുലൂക്ക് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടത്രേ. അതുപോലെ അർശിന്റെ നാഥനാണ് ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകളെന്ന് ആ പാട്ടിൽ പറയുന്നുണ്ടത്രേ. ഈ പാട്ട് കേട്ടപ്പോ മുഹയ്യിദ്ദീൻ മാല കേട്ട് വഹാബികൾ സുന്നികളെ മുശ്രിക്കാക്കിയതുപോലെ ഈ പറയുന്ന മുസ്ലിം ജമാഅത്തിന്റെ ആളുകൾ ശിർക്കാരോപണവുമായി രംഗത്ത് വരികയാണ്. നമ്മൾ വളരെ ശക്തമായി പറഞ്ഞു, ഈ ഒരു വാക്കിന്റെ പേരിൽ നിങ്ങൾ ശിർക്കിന്റെയും കുഫറിന്റെയും പരിധിയിൽ നിക്ഷയിക്കാൻ തുടങ്ങിയാൽ ആദ്യം നിങ്ങൾ പറയേണ്ടി വരിക മഹാനരായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്സം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകളെയാണ്. കാരണം മഹാനവർകൾ തന്നെ പാടിയിട്ടുണ്ട്, വശാഹത്തു മാ ഫൗഖസ് സമാവാതി കുല്ലിഹാ അൽ അർശു വൽ കുർസിയ്യു ഫീ തയ്യി ഖബ്ദതി. ആകാശഗംഗക്കും മേലിലുള്ള മുഴുവൻ വസ്തുക്കൾക്കും ഷാഹിദാണു ഞാൻ എന്ന് മാത്രമല്ല, അതേ അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളായ അർശുണ്ടല്ലോ, കുർസിയുണ്ടല്ലോ, അതിന്റെ എല്ലാം അധികാരി ഞാനാണെന്ന് മഹാനരായ ഗൗസുൽ അഅ്സം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഇവരോട് നമ്മൾ പറഞ്ഞപ്പോ അതിനുമുണ്ട് വാളക്കുളക്കാരന്റെ പരാമർശം. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പച്ചയിൽ കുഫർ പറഞ്ഞ് ആ കുഫർ കേട്ട് മറ്റുള്ളവർ പാട്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ കുഫറിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നു. ഒന്ന് കേൾക്കാം. മറിക്ക് ചങ്ങായി ഗൗസുൽ അഅ്സമിന്റെ ബൈത്ത്, ഒറ്റ ബൈത്ത് വരെ അല്ല മൊത്തം പൊട്ടാൻ. വശാഹത്തു മാ ഫൗഖസ് സമാവാതി കുല്ലിഹാ കദൽ അർശു വൽ കുർസിയ്യു ഫീ തയ്യി ഖബ്ദതി. ഒന്ന് അർത്ഥം പറയുന്നത്, ആകാശത്തിന്റെ മുകളിലുള്ളതിലും ഞാൻ ഷാഹിദാണ്. പിന്നെ പറഞ്ഞ എന്താ? കദൽ അർശു, അർശില്ലേ, അർറഹ്മാനു അലൽ അർശി ഇസ്തവഅ അർശനെ, വൽ കുർസിയു വസിയ കുർസിയുഹു സമാവാത് എന്ന കുർസിയനെ ഫീ തയ്യി ഖബ്ദതി, എന്റെ കൈയിന്റെ ഉള്ളനടിയിലാണ്. അർശിന്റെ അധിപനാണോ ശൈഖ് മുഹയ്യിദ്ദീൻ. മുഹയ്യിദ്ദീൻ ശൈഖ് ഗാഫിറാണ് അഭിപ്രായമുണ്ടോ? ഫുതൂൽ ഗൈബിന്റെ അവസാനത്തിൽ പറഞ്ഞ വരി തിരുത്തോ? അതിന്റെ ഒന്നും തിരുത്തേണ്ട ഒരു ആവശ്യമില്ല. മൗലവി, താങ്കൾക്ക് അതിന്റെ അർത്ഥമറിയില്ല. പച്ചയിൽ കുഫർ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ വാചകം കൊണ്ടുവന്നതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ? ഒരിക്കലും അതിന് സമ്മതിക്കുകയില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അർശിന്റെ നാഥനാണ് ഞാൻ എന്ന് പറഞ്ഞോ? അർശിന്റെ നാഥനാണെന്ന് പറഞ്ഞോ? ഇല്ല. അല്ലാഹു തആല അർശിലും ആകാശലോകത്തും ഒക്കെ ബഹുമാനപ്പെട്ടവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? അതിനാരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? അതാണ് വാളക്കുളം മൗലവി. നമ്പറിട്ട് പൊട്ടത്തരം പറയാൻ പ്രത്യേകം ഡോക്ടറേറ്റ് എടുത്ത മഹാനാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ്, ഇത്തരം ശിർക്കുള്ള കുഫറുള്ള പാട്ടുകൾ അത് മഹാനരായ ഗൗസുൽ അഅ്സം തങ്ങളെപ്പോലെയുള്ള മശായിഖന്മാരുടെ ബൈത്തുകൾ ഉപയോഗിച്ച് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് ന്യായീകരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ അദ്ദേഹം പറയാണ്, ഗൗസുൽ അഅ്സം തങ്ങൾ, മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ, അവർ അർശിന്റെ കുർസിയുടെ അധികാരിയാണ്, അവർക്ക് അവിടെയൊക്കെ അധികാരങ്ങളുണ്ട്. എത്ര വലിയ വിഡ്ഢിത്തമാണ്! അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പറയുന്ന മഹത്തുക്കളായ മശായിഖന്മാർ, അവർക്കെതിരിൽ രംഗത്ത് വരുന്ന കപട പണ്ഡിതന്മാരുടെ അവസ്ഥയാണിത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മഹത്തുക്കളായ മശായിഖന്മാരുടെ അവരുടെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കണം. അവർ പറയുന്നതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ തൃപ്തിയിലായി മരണമടയാൻ നമുക്ക് തൗഫീഖ് ലഭിക്കണം.